ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കുക. സിക്സ് ഓഫ് സോർട്സ്, ഡെത്ത് ആൻഡ് റീബർത്ത് റിവേഴ്സ്, ചാരിയറ്റ്, മൂൺ റിവേഴ്സ്. എന്താണ് 5 ഓഫ് വാണ്ട്സ്? കാർഡ്സ് വീഴാണ്. 3 ഓഫ് സോർട്സ്, പേജ് ഓഫ് വാണ്ട്സ് റിവേഴ്സ്, 5 ഓഫ് സോർട്സ്. ഒരു കാർഡും കൂടി എടുക്കാം. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ്. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് ട്രാൻസിഷനാണ് സംഭവിക്കുന്നത്. നിങ്ങളിലേക്കൊരു സഹായം വരുന്നുണ്ട്. അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്, ഹെൽപ്പ് വരുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. പാസ്റ്റിലേക്ക് ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ ഹീലിംഗ് ആവശ്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചില വ്യക്തികൾ വരുന്നു. നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ കുറച്ച് വ്യക്തികൾ വരുന്നു എന്ന് പറയുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അവർ ആശ്വാസമായിട്ട് മാറുന്നുണ്ടാവാം. ഡെത്ത് ആൻഡ് റീബർത്ത് റിവേഴ്സ് പറയുന്നു, നിങ്ങൾ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളിലേക്ക് വരുന്ന മാറ്റത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾക്ക് വരുന്ന മാറ്റത്തെ നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ പാസ്റ്റിലെ വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിങ്ങനെ അലട്ടുന്നുണ്ട്. അവരെ നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന മാറ്റം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇവിടെ ഹോപ്പെല്ലാം നഷ്ടപ്പെടുമോ, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അവർ വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഫിയറിനെ കാണിക്കുന്നുണ്ട്. റിവേഴ്സ് കാർഡ് പറയുന്നതാണ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ചില നഷ്ടങ്ങൾ നമ്മളത് ഓർത്തുകൊണ്ട് വീണ്ടും വിലപിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെയൊന്നും വേണ്ടാന്ന യൂണിവേഴ്സ് പറയുന്നേ. പാസ്റ്റിലെ കാര്യം പാസ്റ്റിലെയാണ്. നമ്മളിപ്പോൾ പ്രസൻറ്റിലാണ്. നമ്മളിലേക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധ്യമാവാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലോക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അർഹമായതല്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നമ്മളിലേക്ക് എത്തുക എന്നാണ് അർത്ഥം. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മികച്ചത് തരാനാണ് യൂണിവേഴ്സ് ചില നഷ്ടങ്ങൾ വരുത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് വളരെയേറെ ടെൻഷൻ വരികയാണ്, ഭയക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. ഇനിയും റീഡിങ് കണ്ടിട്ട് പ്രെയർ ചെയ്യാത്തവർ, മെഡിറ്റേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. അനുയോജ്യമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും, ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങളും മാറി നിൽക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ചേസ് ചെയ്ത് പോവരുത്. ഇവിടെ നമ്മളുടെ വാല്യൂ ആണ് തിരിച്ചറിയപ്പെടേണ്ടത്. നമ്മളെപ്പോഴും ഒരു വ്യക്തിക്ക് അവൈലബിൾ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു വില ഉണ്ടാവുക? അതാണ് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത്. ഈ ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വരാനാണെന്ന് മാത്രം ചിന്തിക്കുക. ഇവിടെ ചാരിയറ്റാണ്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് സ്പീഡായിട്ട് എത്തുകയാണ്. അത്രയേറെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ നിങ്ങളിലേക്ക് അബണ്ടൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നു. വ്യക്തിയെയാണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും. അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയുക എന്നാണ്. അവിടെയാണ് മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുള്ളൂ. നമുക്ക് തന്നെ നമ്മൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് ആദ്യം വാല്യൂ തരിക? നമ്മൾ നമുക്ക് തന്നെ ആദ്യം വാല്യൂ കണ്ടെത്തണം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കണ്ടെത്തണം. നമ്മൾ നമുക്കായിട്ട് ജീവിക്കണം. അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾ നേടാനാണ്. അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാവാം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ തരാതെയാണ് അവർ മാറിപ്പോയിട്ടുള്ളത്. ഒത്തിരി പേരോടൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൊരു വ്യക്തി അപ്പോഴും ചെറിയ രീതിയിൽ അവരുടെ പ്രോഗ്രസ് കണ്ടുകൊണ്ടാണ് പോയിട്ടുള്ളത്. നിങ്ങളപ്പോഴും അവരുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ തിരിച്ചറിയപ്പെടേണ്ടത് റിയാലിറ്റിയാണ്. നമ്മളൊരു ഫാൻറ്റസിയിലല്ല ജീവിക്കുന്നത്, റിയാലിറ്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ പ്രവർത്തനമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാണ് ചെയ്യുന്നത്. ഇവിടെ മോണിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഭയക്കരുത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഭയക്കുന്ന ഒത്തിരി പേരെ കാണിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം എന്തായി പോയോ, എനിക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല, എനിക്കെല്ലാം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയല്ല കരുതേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളുടെ ഫിയറാണ് നിങ്ങളിലേക്ക് ബ്ലോക്കേജ് കൊണ്ടുവരുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ കാണുക. ഒരു ഇല്യൂഷനിലാണ് നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾ കയറി വരണം. അവിടെ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ സ്പിരിച്വൽ അവേക്കനിങ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രപഞ്ചത്തിലാണ് ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിലെ മെന്റൽ കൺഫ്യൂഷനെ യൂണിവേഴ്സ് ഇന്ന് മാറ്റിയെടുക്കുന്നതാണ്. ശരിയായ ദിശ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ്. നിങ്ങളുടെ ആങ്സൈറ്റി, ഫിയർ ഇതിനെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. അതിന് യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിയുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്കില്ല്, അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുയോജ്യമായത് തരുമെന്നാണ്. ഇവിടെ പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ കാണുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാധിച്ചിട്ടില്ല. അവരായിട്ടാവാം ഇവിടെ വരില്ല, അല്ലെങ്കിൽ വരാൻ സാധിക്കാതിരുന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ വന്നിട്ടുള്ള ഈ മാറ്റം അവരിലേക്ക് ഒരു ഹോപ്പിനെ കാണിക്കുകയാണ്. ഇന്ന് അവരാണ് എഫേർട്ട് എടുക്കുന്നത്, അവരാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പരിശ്രമിക്കുന്നത്. ഇവിടെ സുഹൃത്തുക്കൾ, അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അവരെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇന്ന് അവർ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റീഡിങ് എത്ര പേർക്ക് കാണാൻ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടോ എത്ര പേർക്ക് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് കാണാൻ സാധിക്കും. ഉറപ്പാണ്. നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണും മാറ്റം സംഭവിക്കുന്നു, തിരിച്ചറിവ് സംഭവിക്കുന്നു. രാത്രി പോലും ഉറങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ട്രീ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ഈ സെപ്പറേഷൻ, നിങ്ങളെ കാണാതിരിക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത് അവരത്രയേറെ വേദനിക്കുകയാണ്, പെയിൻഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രിയിലും അവർക്ക് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ തിരിച്ചറിയാണ്. ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജി അവർക്ക് നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് എനർജി നഷ്ടപ്പെടുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അവരുടെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഒരു നെഗറ്റീവ് എനർജിയാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. എന്നാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ, പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തണം. എവേക്കനിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ ഇന്ന് അവരും കാണാണ്.
നിങ്ങളും അവരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പദ്ധതിയിട്ടിട്ടുള്ള ആ ഒരു ജീവിതത്തെ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ കാണുകയാണ്. അപ്പോൾ എനർജി അവർ വീണ്ടെടുക്കുന്നുണ്ട്. ഇൻസ്പയറിംഗ് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എന്ന വ്യക്തി തന്നെയാണ്, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് വാൺസിന്റെ എനർജി റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ പറയുന്നത് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ എനർജിയെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, എനർജി എങ്ങനെ കിട്ടുക? മെഡിറ്റേഷനിലൂടെ. നിങ്ങളുടെ ഓറ പോസിറ്റീവ് ആകുമ്പോൾ. ഇവിടെ 7 ചക്ര മെഡിറ്റേഷൻ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 7 ചക്രാസ് ആക്റ്റീവ് ആവണം. നമുക്ക് ഒരു പ്രഭാവലയമുണ്ട്. ആ പ്രഭാവലയം ആക്റ്റീവ് ആവണം. അവിടെയാണ് ഈ പോസിറ്റീവ് ഓറ പ്രവർത്തിക്കുന്നത്. ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് വരുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ചൈതന്യം, ആ ഒരു ഓറ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുള്ളൂ. നിങ്ങളുടെ ശത്രുവിനെ പോലും നിങ്ങളിലേക്ക് അവരെ ആകർഷിപ്പിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇവിടെ എനർജി നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുകയാണ്. അവര് ഈ ബന്ധം പുതുതായി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആയിട്ടില്ല എന്നാ പറയുന്നേ. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് ഇവിടെ മാറ്റം കൊണ്ടുവരുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, നിങ്ങളൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളിലേക്ക് എത്തും. നെഗറ്റീവിനാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതെങ്കിലോ നെഗറ്റീവ് കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. റിവേഴ്സാ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ നിന്നിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് ഗോസിപ്പിനെ ഭയന്നിട്ടാണ്. ഞാൻ നിന്നോട് പറയാത്ത കുറച്ച് രഹസ്യങ്ങളുണ്ട്. ഹിഡൻ അജണ്ടാസ് എന്നിൽ ഉണ്ടായിരുന്നു. എൻ്റെ കഴിവിൽ തന്നെ എനിക്ക് വിശ്വാസക്കുറവുണ്ടായിരുന്നു. നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധം എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയിരുന്നു എന്നവർ പറയും. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ഇന്നർ വോയിസ് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. അവരുടെ ചിന്താഗതിക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളോട് ഏറ്റു പറയണമെങ്കിൽ അവരുടെ മനസ്സിൽ അത്രത്തോളം നിങ്ങളോട് ഒരു റിഗ്രറ്റാണ് കാണിക്കുന്നത്, കുറ്റബോധമാണ്. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറുന്നത്. ഒരു ചേഞ്ച് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഗോസിപ്പിനെ ഭയന്നുകൊണ്ട് പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അവർ മടിച്ചിരുന്നു. നിങ്ങളുടെ ബന്ധം അതുകൊണ്ടാണ് ഒരു എൻഡിങ്ങിൽ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സെപ്പറേഷനിൽ എത്തിയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഒരക്കൽ ഡെക്ക് എടുക്കുകയാണ്. സ്റ്റെബിലിറ്റി, ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. ഇവിടെ ബോട്ട് അനങ്ങരുതെന്നാ പറയുന്നേ, ആ കല്ലുകൾ അനങ്ങരുതെന്നാ പറയുന്നേ. അപ്പോൾ നിങ്ങൾ ശരിയായിട്ട് ഇനി അടുക്കും ചിട്ടയോടും കൂടിയിട്ട് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കണം, കാമായിട്ട് സ്റ്റഡി ആക്കിയിട്ട് ഇനി മുന്നോട്ട് പോവാ എന്ന് യൂണിവേഴ്സ് പറയാണ്. ഗോൾഡൻ കേജ്, ബ്രേക്ക് ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഇവിടെ ഒത്തിരി പേർക്ക് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ നിന്നും ഫ്രീഡം ആണ് യൂണിവേഴ്സ് പറയുന്നത്. സ്വർണ്ണക്കൂട്ടിലാണെങ്കിൽ പോലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. എല്ലാവർക്കും നല്ല പറയുന്നേ, കുറച്ചു പേർക്ക്. ഇവിടെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയപ്പെടണമെന്ന് പറയാണ്. എസ്കേപ്പ്, വർത്ത്, ന്യൂ പാത്ത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയുള്ളവർക്കുള്ള കാർഡാണ്. രക്ഷപ്പെടുക. ചില ബന്ധങ്ങൾ നമുക്ക് അത്രയേറെ വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ അവിടുന്ന് മാറുക. നാച്ചുറൽ ഗ്രോത്ത്, അറ്റൻഡ് ടു യുവർ ബോണ്ട് വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ്. അപ്പം നിങ്ങളിലേക്ക് ഒരു ബോണ്ടിനെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവിടെ സ്നേഹത്തെയും ക്ഷമയെയും കാണിച്ചു തരുന്നു.
പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവാത്തൊരു കാര്യമാണ് ക്ഷമയും സ്നേഹവും ഇല്ല എന്നല്ല പറയുന്നേ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യം അത്യാവശ്യമാണ്. ഒരു ബന്ധം നിലനിർത്തി പോവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് ആവശ്യമാണ്, പരസ്പരം സപ്പോർട്ട് ആവശ്യമാണ്, പ്ലേഫുൾ. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള സമയം നിങ്ങൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാപ്പി ആകണമെങ്കിൽ നമ്മളുടെ വ്യക്തിയുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളും വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യാത്രകളെ ആവും കുറേ പേര് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് അവിടെ നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷമൊക്കെ ആവും അവർ നിങ്ങളൊക്കെ പദ്ധതിയിട്ടിട്ടുള്ളത്. അതിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുകയാണ്. അട്രാക്ഷൻ, ഹാവിങ് ഗ്രേറ്റ് കെമിസ്ട്രി ഓർ ഏബിൾ ടു മാനിഫെസ്റ്റ് ലവ്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഗ്രേറ്റ് കെമിസ്ട്രിയാണ്. മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു അട്രാക്ഷൻ എങ്ങനെ വരണം? നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, നമ്മളുടെ പ്രഭാവലയത്തെ ശക്തിപ്പെടുത്തുക, ആ ഓരോ പോസിറ്റീവ് ആക്കുക, നിങ്ങൾ ചെയ്യുക. കുറേ നാളായിട്ട് എൻ്റെ റീഡിങ് കാണുന്നവരുണ്ട്. അവിടെ ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുള്ളവരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ റീഡിങ് അത്ര ആത്മാർത്ഥമായിട്ടാണ് എടുക്കുന്നത്. കാണാൻ സമയമാകുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ റീഡിങ് എടുക്കുകയല്ല, അത്രയേറെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു റീഡിങ് എടുക്കുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്കറിയാം. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ, അത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്. ഇവിടെ ഡിസയർ, പവർ, എല്യൂർ എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഒരു കാർഡും കൂടി എടുക്കുകയാണ്. മെൻ സോൾ, ലവ് വിത്ത് പേർപ്പസ്, ഹീൽ വിത്ത് കമ്പാഷൻ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് ഒരു ലക്ഷ്യം വേണമെന്ന് പറയുകയാണ്. നമ്മൾ വെറുതെ പ്രണയിച്ച് പോവുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട വെച്ച് പോകുന്ന ഒരു ബന്ധമല്ല ഇവിടെ വേണ്ടത്, അല്ലേ? നമുക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ഇടപെടലാണ് ഇവിടെ വേണ്ടത്. ആ ഒരു കരുതലാണ് വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ധാരണയിലൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഏതൊരു ബന്ധവും നിലനിന്ന് പോവുള്ളൂ. എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും, നല്ലതും ചീത്തയുമായിട്ട് എല്ലാ സാഹചര്യത്തിലും എൻ്റെ കൂടെ എൻ്റെ പേഴ്സൺ വേണം. ഒരു താങ്ങും തണലുമായിട്ട് പരസ്പരം ഞങ്ങൾക്ക് ഇണങ്ങിച്ചേരുവാനും ജീവിതം മരണം വരെ നല്ല രീതിയിൽ പോകുവാനും പ്രപഞ്ചം അനുഗ്രഹിക്കണം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ തിരിച്ചുവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതൊരു കാര്യമാണെങ്കിലും അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് സാധിക്കുള്ളൂ. അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരണം. ഇവിടെ എംപതി, ഫോർഗീവ്, റിന്യൂ എന്നാണ്. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല പറയണില്ല. തെറ്റുകൾ തിരുത്തി വേണം മുന്നോട്ട് പോകാനായിട്ട്. യൂണിവേഴ്സ് ആണ് ഇവിടെ എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മൾ നല്ലൊരു വ്യക്തിയായി ആദ്യം മാറണം. റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട്, എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറണം. നിങ്ങൾ നല്ല വ്യക്തിയല്ല എന്നല്ല പറയുന്നേ. നമ്മളിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ആ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. നിങ്ങളിലെ തിരുത്തലുകളാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിലേക്കും എത്തിക്കുന്നത്. അവരും അവരുടെ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആവണമെന്നാണ് പറയുന്നത്. ഈ റീഡിംഗ് എടുക്കുന്ന ഞാൻ പോലും എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. എന്നിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. നമ്മൾ ഹീലായാൽ, നമ്മളൊരു പോസിറ്റീവ് എനർജി വന്നാൽ മാത്രമേ നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വരുള്ളൂ. ഉറപ്പായിട്ടും പറയാണ്. ടൈം കാർഡ് എടുക്കുകയാണ്. എൻ്റെ റീഡിങ്, എൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. ഇൻ 23 days, ഒരു കാർഡ് ഇങ്ങനെ തെറിച്ചു വീണു. 23 ദിവസം പറയാണ്. ഇൻ 27 days, ഇൻ 4 months. ഇങ്ങനെ 3 കാർഡ് ഞാൻ എടുക്കുന്നേ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കാർഡ്സ് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. നിങ്ങളുടെയാണ് ജീവിതം. ഇവിടെ നിങ്ങളുടെയാണ് ജീവിതം. ഇടയിലൊരു കോള് വന്നു, പെട്ടെന്ന് ബ്രേക്കായിപ്പോയി.
ഇപ്പോൾ റീഡിങ് ഞാൻ നിർത്തുകയാണ്. യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാവും, ഉറപ്പാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.